കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ കാലിക പ്രസക്തിയുള്ള ഒരു ദൈവദിന ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെട്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ എവിടേക്കാണ് നമ്മുടെ യാത്ര? ദൈവമക്കളായില്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യം നോക്കി പാർത്തിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഏറ്റവും വലിയ വാഞ്ചയും പ്രത്യാശയും എന്ന് പറയുന്നത് ഇളകാത്ത രാജ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുക, അല്ലെങ്കിൽ സ്വർഗീയ പ്രവേശനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു അല്ലേ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും. നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന കഷ്ടതയും നിന്ദയും പഴിയും ദുഷിയും പരിഹാസവും ഒറ്റപ്പെടലും ഏകാന്തതയും പ്രയാസ പ്രതിസന്ധികളെല്ലാം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഏക കാരണം ഇതിനപ്പുറത്തൊരു വലിയ പ്രത്യാശ നമുക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ കഷ്ടതയെല്ലാം സഹിച്ച് നമ്മൾ എന്ത് ചെയ്തത്, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത് എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുന്നത് അല്ലേ. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നത് എന്തുവാ? ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി. ശ്രദ്ധിക്കണം. അപ്പോൾ ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ ഒന്ന് എങ്ങനെയുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. ആരോട്? ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കാനും തയ്യാറായാൽ നമുക്ക് ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവരും. 2, ദൈവത്തിന് പ്രസാദം വരുത്തുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണം? വെളിപ്പെടണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടുക. നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വഴികൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആത്മീക ഭൗതിക മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മറക്കരുത്. ഒന്നാമത്തെ കാര്യം എന്തുവാണ്? നന്ദിയുള്ളവരാകണം. രണ്ടാമത്തെ കാര്യം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. 3, ഭക്തിയോടെ നമ്മൾ ജീവിക്കണം. 4, ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു. നന്ദിയുള്ളവരാകണം, ദൈവത്തിന് പ്രസാദം പെരുമാറി ജീവിക്കണം, ഭക്തിയോടെ ജീവിക്കണം, ഭയത്തോടുകൂടെ നമ്മൾ അവൻ്റെ സേവ എന്ത് ചെയ്യണം? അപ്പോൾ ദൈവത്തെ സേവിക്കേണ്ടത് എങ്ങനെയാണ്? സ്തോത്രം എന്ന് ചോദിച്ചാൽ അതിന് ഈ 4 കാര്യങ്ങൾ വ്യക്തമാണ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കാരണം അതിൻ്റെ അടുത്ത വാക്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എല്ലാ കാലത്തും ദൈവം മൗനമായിരിക്കത്തില്ല, എല്ലാ കാലവും ദൈവം മിണ്ടാതിരിക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കണ്ട് മൗനമാകുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ഒരു ഘട്ടം വരെ ഒരു പക്ഷേ സൈലൻസിലേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മാറിയെന്ന് വരാം. പക്ഷേ എല്ലാ കാലവും അങ്ങനെയല്ല. പ്രതികരണങ്ങൾ, പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വെളിപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് മാനസാന്തരം വരുത്തേണ്ട മേഖലകളിൽ മാനസാന്തരം വരുത്തി ദൈവത്തോട് നമ്മൾ അടുത്ത് സ്തോത്രം പാപക്ഷമ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഇടവന്നാൽ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് സ്തോത്രം ദൈവത്തോട് അടുത്ത് ഇളകാത്ത രാജ്യത്തെ പ്രാപിപ്പാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.